പാദസരങ്ങൾ തിരുങ്ങി ആലുവാപ്പുഴ പിന്നെയും മുഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. Allied Financial Services, working closely with the community for many years. Free phone 0800 112 3030. Malayalathinai 0203 006 2977. Allied Financial Services. ഗർഷം ടി വി യുഗ്മ സ്റ്റാർ സിംഗർ സീസൺ 2 മത്സരത്തിലെ അടുത്ത കണ്ടസ്റ്റന്റായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു അലീന സജീഷ്. അലീന, പ്ലീസ് കം ടു ദ സ്റ്റേജ്. അലീന, ഏത് പാട്ടാണ് ഈ റൗണ്ടിൽ പാടുമ്പോൾ? കഴിഞ്ഞ പ്രാവശ്യം പാടിയത് ഏതായിരുന്നു? അതിൻ്റെ അകത്ത് എന്തോ ഡയലോഗ് പറഞ്ഞല്ലേ? എന്നിട്ട് കേട്ടിട്ട് ആൾക്കാരൊക്കെ എന്തോ പറഞ്ഞു? അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. ആ പാട്ട് പാടിയത് ജാനകിയമ്മ തന്നെയല്ലേ? ഇതും ജാനകിയമ്മ. ജാനകിയമ്മയുടെ ഫാനാണോ? അതെ. എന്തായാലും ഈ ഗാനം അലീനയുടെ സ്വരത്തിൽ നമുക്ക് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ
സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ വിജയഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. അലീന മോളെ ആയിക്കോട്ടെ. എങ്ങനെ പാടി? ഓക്കെ ആയിരുന്നു തോന്നുന്നു, പക്ഷെ അത്രയ്ക്ക് പൊട്ടൻഷ്യൽ കൊണ്ടുവരാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ ജാനകിയമ്മയുടെ പാട്ട് മാത്രം തിരഞ്ഞെടുക്കുന്നത്? കഴിഞ്ഞ റൗണ്ടിലും ജാനകിയമ്മയുടെ ആയിരുന്നല്ലോ. ഇഷ്ടമുള്ള പാട്ടുകളാണ്, അപ്പം അതുകൊണ്ട് പപ്പയാണോ മമ്മിയാണോ പറഞ്ഞത് ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ? രണ്ടുപേരും കൂടി സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? സണ്ണി സാറേ, ഒരുമാതിരി നന്നായിട്ട് പാടിയെന്ന് തന്നെ വിശ്വസിക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ആണെന്ന് മാത്രം, അത്ര നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലേ? എന്താണ് മോൾ ഉദ്ദേശിക്കുന്നത്? കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോൾ ത്രോട്ടിൻ്റെ കണ്ടീഷൻ കൊണ്ട് അത്രയ്ക്കൊരു ഫുൾ പൊട്ടൻഷ്യൽ വെച്ച് പാടാൻ പറ്റിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. പറ്റിയില്ല. ടോട്ടലി നല്ലതായിരുന്നു കേട്ടോ മോളെ. ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ നന്നായി മോൾ ആ സന്ധ്യയെ എന്നെടുത്തത് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. സന്ധ്യേ സാജപ മോളത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമായി എന്നെടുത്തിടത്ത് അത്ര ക്ലിയർ ആയില്ല, ശബ്ദം ക്ലിയർ ആയി, എന്തോ ഇങ്ങനെ ക്ലിയർ ആകുന്നില്ല. മോള് പറഞ്ഞ സത്യമാണ്. അത് നിൻമുഖം പോൽ നമ്പരം പോൽ അവിടെയൊക്കെ ഞാൻ പോൽ ആദ്യം എടുത്തില്ലേ, അതിങ്ങനെ തിരിച്ച് വരാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിൽപ്പൂ രജനിഗന്ധി, അവിടെ ആ രജനിഗന്ധി എന്നുള്ളതും ക്ലിയർ ആയില്ല. പിന്നെ മുത്ത് കോർക്കും എന്ന് പാടിയത്, ആ കോർക്കും എന്നുള്ള ആ വാക്ക് പറഞ്ഞപ്പോഴും ഇത് ശബ്ദം ഇങ്ങനെ അങ്ങോട്ട് ക്ലിയർ ആക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കൂട്ടാൻ. എത്തുകില്ലേ നാളെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം പാടിയപ്പോഴത്തേക്കും തെറ്റി, ഈ ശകലം തെറ്റല്ലാതെ അതങ്ങോട്ട് വളച്ച് കൊണ്ടായിട്ട് എന്തോ ബുദ്ധിമുട്ട് പോലെ. പ്രണയ എന്നുള്ള എടുത്തതെടുത്തും എന്തോ ഒരു ഇങ്ങനെ വല്ലായ്മ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു എനർജി ഒന്ന് ക്ലിയർ ആയിട്ട് ബൂസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. വീണ്ടും കാലമേറ്റു പാടും, ആ പാടും എന്നുള്ളിടത്തും സ്ട്രഗിളായിട്ടുണ്ട്. നമുക്ക് ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് പാടുന്ന പാട്ടുകളുടെ അർത്ഥം പറഞ്ഞ് അതിന് ഫീല് കൊടുത്ത് പാടിയെങ്കിൽ അത് നമുക്ക് അതിൻ്റെ റിസൾട്ട് നല്ല 100% കിട്ടുള്ളൂ. ദുഃഖമേ നീ എന്നുള്ളിടത്ത് വ്യക്തമായില്ല. മരണമേ നീ വരികയെൻ്റെ, അവിടെയും സ്ട്രഗിൾ ചെയ്ത്. അതായത് ശബ്ദങ്ങളുടെ ടോട്ടൽ ഈ വോക്കൽ കോഡിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു മെയിൻ തിങ്. പാടിയതെല്ലാം മോള് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് നല്ല ലെവലിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് തന്നെ പഠിച്ച് പാടിയിരിക്കുന്നതാണെന്ന് എനിക്ക് കേട്ടാൽ മനസ്സിലായി. നന്നായിട്ട് പ്രിപ്പയർ ചെയ്താണ് ഈ പ്രാവശ്യം വന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബെറ്റർ ആയിട്ടൊന്ന് എനിക്ക് പാടണം എന്ന് ആഗ്രഹിച്ചു, പക്ഷേ വെതർ മോശമാണ്. മൊത്തത്തിൽ നന്നായിരുന്നു. അതായത് ഒരു ഗാനമേളയിൽ പാടിയാൽ എങ്ങനെ ഇരിക്കും, മൊത്തത്തിൽ ഓക്കെ ടോട്ടലി നന്നായിരുന്നു പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പാളിച്ചകൾ വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തന്നതേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം പാടുമ്പോൾ നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. ലോപ മാഡം, നന്നായിരുന്നു. താങ്ക് യു. ഒച്ച ഇത്തിരി അടഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ റിസൾട്ടും ആവാം. പക്ഷേ പിച്ചൊന്നും തെറ്റിയില്ല, ആ ഒരു ടെമ്പോയിൽ തന്നെയാണ് പാടിയത്. സന്ധ്യ ആദ്യം തുടങ്ങുമ്പോൾ ഒരു എബ്രപ്റ്റായിരുന്നു പെട്ടെന്ന്, എന്നിട്ടാണ് മറ്റേ വാക്ക് തുടങ്ങിയത്. അങ്ങനെ ഒരു എബ്രപ്ഷൻ പെട്ടെന്ന് പിന്നെ അത് വന്നിട്ടില്ല. അത് ആദ്യം അങ്ങോട്ട് തുടങ്ങുമ്പോൾ കേൾക്കുവാൻ സെക്കൻഡ് ലൈനിൽ അതൊന്നും കൂടി പാടും. ആദ്യത്തെ 2 ലൈൻ തുടങ്ങുമ്പോൾ സന്ധ്യേ സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. ഇപ്പോൾ കറക്റ്റാണ്. അത് പാടിയപ്പോൾ 2 പ്രാവശ്യം ഓരോ പ്രാവശ്യം വ്യത്യാസമായിട്ടാണ് വന്നത് ശ്രുതി. സംഗതികൾ അവിടെയും ഇവിടെയും തെറ്റിപ്പോയി. അത് നേരെ ഒരു വഴിക്കാണ് പോയത്. അതെനിക്ക് തോന്നുന്നു ഒച്ച അടഞ്ഞിട്ട് തന്നെയാണ്, ഇതിനൊന്നുമില്ല. പക്ഷേ വെരി നൈസ് എഫേർട്ട്. ഇത്തിരി വിഷമമുള്ള പാട്ട് തന്നെയാണ്. ഓരോ സ്വരങ്ങളും വ്യത്യാസമുണ്ട് ഓരോ സ്റ്റാൻസിൽ. പക്ഷേ ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്. എന്തായാലും ഗുഡ് വർക്ക്. താങ്ക് യു. We provide some of the best value flight specialist travel products. We offer this journey under the guidance of a team of travel experts.
We are always in contact with world's best airlines to provide the journey at the cheapest rate. We always stand to provide a journey that satisfies all the needs of the customers. Your journey is our journey. We are at your reach to visit each and every corner of the world. Enjoy the natural beauty and to know the different cultures. Tom 10 Travels. Fly anywhere in the world. പെർമനന്റ് റെസിഡൻസി ശരിയാക്കിയത് പോൾ ജോൺ ആൻഡ് കമ്പനി സോളിസിറ്റേഴ്സ് ആണ്. എത്ര കോംപ്ലിക്കേറ്റഡ് വിസയും അവർ ക്ലിയർ ചെയ്തു തരും. പോൾ ജോൺ ആൻഡ് കമ്പനി സോളിസിറ്റേഴ്സ്, UK. ആ വണ്ടി ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം പെഡലിക്ക് ഭയങ്കര വേദനയാണ്. Daddy, what's a pedally? നെക്കില്ലേ മാനെ, നെക്ക്. ഷോയി ചെറിയാനെ വിളിച്ചു പറഞ്ഞോ? അയ്യോടി, ഞാനത് മറന്നുപോയല്ലോ. വിളിച്ചാ വല്ലതും കിട്ടുവോ? വിളിച്ചു നോക്ക്, കിട്ടിയാ കിട്ടട്ടെ. ഹലോ, ആ ഷോയി. വാഹനങ്ങളിലൂടെയും വർക്ക് പ്ലേസിലൂടെയും നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന എല്ലാവിധ അപകടങ്ങളിലും അർഹമായ കോമ്പൻസേഷൻ ലഭ്യമാക്കുവാൻ കോൾ ഷോയ് ചെറിയാൻ, ഡയറക്റ്റ് ആക്സിഡന്റ് ക്ലെയിം അസിസ്റ്റൻസ്, UK. നമുക്ക് മാർക്ക് എത്ര കിട്ടിയെന്ന് നമുക്ക് ചോദിക്കാം. ലോപ മാഡം 40. താങ്ക് യു. സണ്ണി സാർ. മോളിപ്പം ടീച്ചർ പഠിച്ച സമയത്ത് മോള് നന്നായിട്ട് പാടി. ആദ്യം പാടിയപ്പോൾ അത്ര ശരിയായില്ല. ടീച്ചർ പറഞ്ഞപ്പോൾ മോള് പാടിയപ്പോൾ അതിനകത്ത് നന്നായിട്ട് അത് എനർജി കയറി വന്നു. അപ്പോഴാണ് ഫീലായിട്ട് അങ്ങനെ ആ ഫീല് വേണം. അതുകൊണ്ടാണ് ഫീല് കുറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനർജി എടുക്കാത്തപ്പോൾ ഫീല് കുറയും. എനർജി എടുത്തിട്ട് നമ്മൾ ഫീല് കൊടുത്ത് പാടണം കേട്ടോ. ഇപ്പോൾ പാടിയപ്പോൾ നന്നായി. മോക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ലെവലിനനുസരിച്ച് 40 മാർക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തായാലും അടുത്ത റൗണ്ടിൽ നന്നായിട്ട്, അടുത്ത ഗാനം നന്നായിട്ട് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.